പൂരത്തിലെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടകക്ഷേത്രങ്ങളിലുമാണ് കൊടിയേറ്റ് നടക്കുന്നത്. രാവിലെ 11:30-നും 12:00-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് കൊടിയേറ്റ് നടക്കുക. തുടർന്ന് ക്ഷേത്രത്തിലെ പാലമരത്തിലും മണികണ്ഠനാലിലും കൊടിയുയരും. ദേശക്കാർ ചേർന്നാണ് ഇരു ക്ഷേത്രങ്ങളിലും കൊടിയുയർത്തുന്നത്. കവുങ്ങിൻ കൊടിമരത്തിൽ ആല്, മാവ് എന്നിവയുടെ ഇലകളും ദർഭപ്പുല്ലും വെച്ച് അലങ്കരിക്കും. പിന്നീട് ക്ഷേത്രത്തിൽ പൂജിച്ച കൊടിക്കൂറ ഉപയോഗിച്ചാണ് കൊടിയുയർത്തുന്നത്. കൊടിയേറ്റ ശേഷം ആനകളുടെയും മേളത്തിൻ്റെയും അകമ്പടിയോടെ ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് നടക്കും. എന്നാൽ കൊടിയേറ്റ ശേഷം നടക്കാറുള്ള ചെറിയ വെടിക്കെട്ടിന് കളക്ടർ അനുമതി നിഷേധിച്ചു. ശിവകാശി പടക്കങ്ങൾ ഉപയോഗിക്കാനാണ് കളക്ടറുടെ നിർദ്ദേശം. എക്സ്പ്ലോസീവ് വിഭാഗത്തിൻ്റെ അനുകൂല റിപ്പോർട്ട് വരാത്തതിനെ തുടർന്നാണ് കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ നിലപാടിനോട് യോജിപ്പില്ലെന്ന് പാറമേക്കാവ് വിഭാഗം വ്യക്തമാക്കി. ശിവകാശി ചീഫ് കൺട്രോളറുടെ മേശപ്പുറത്ത് ഈ റിപ്പോർട്ട് ഇരിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടും ഒരു തീരുമാനം എടുക്കാൻ യാതൊരു തടസ്സങ്ങളുമില്ല. എന്താ വേണ്ടതെന്ന് അവരെ അറിയിക്കട്ടെ. അവർ മനഃപൂർവ്വം അറിയിക്കാണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ അവസാന നിമിഷത്തേക്ക് ഇവിടെ കൊണ്ടെത്തിച്ചിട്ട് ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മെയ് 5-നാണ് തൃശ്ശൂർ പൂരം. മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.